മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ വളരെ വൈകി. ഞാനൊരല്പം ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അതിന് കാരണം എന്ന് വെച്ചാൽ സമയനിഷ്ഠ അവർ പാലിച്ചില്ല. പക്ഷേ 7 മണിക്ക് തുടങ്ങേണ്ട പ്രഭാഷണം തുടങ്ങിയത് 8 മണിക്കാണ്. കാരണം അവിടുത്തെ ആൾക്കാർക്ക് വീട്ടിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് വിഷയം തീരില്ല എന്ന കാരണത്തിലാണ് എനിക്ക് ഇത്തിരി വേദന തോന്നിയത്. കൂടാതെ നോർത്ത് പറവൂരിലെ SNDP ശാഖയുടെ വലിയൊരു പ്രഭാഷണം കഴിഞ്ഞ് അസാധാരണമാം വേഗത്തിലാണ് തിരുവല്ലയിലേക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ വേണ്ടി വണ്ടി ഓടിച്ചത്. ആദ്യം ഞാൻ പ്രഭാഷണം നടത്തില്ല എന്ന് വിചാരിച്ചു. പിന്നെ ആൾക്കാരുടെ എണ്ണം കണ്ടപ്പോൾ 1000-1500 പേര് നിറഞ്ഞു നിൽക്കാൻ ഞാൻ ക്ലാസ് എടുത്തു. ആചാരങ്ങൾ, അനാചാരങ്ങൾ 10 പോയിന്റ് അടുത്തത്. പുരാണത്തിൻ്റെ ലക്ഷ്യമെന്ത്, മഹാഭാരതത്തിൻ്റെ ലക്ഷ്യമെന്ത്, വാൽമീകി രാമായണത്തിൻ്റെ ലക്ഷ്യമെന്ത്, വേദങ്ങളുടെ ലക്ഷ്യം, ഉപനിഷത്തുക്കളുടെ ലക്ഷ്യം, പിന്നെ 5 എണ്ണത്തിൻ്റെ ആദ്യം എടുത്തു. പിന്നെ അനാചാരങ്ങൾ എന്താണ്, ദുരാചാരങ്ങൾ എന്താണ്, അത് 2 എണ്ണം പറഞ്ഞു. പിന്നെ മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം, ഈ 5 എണ്ണത്തിന് ശാശ്വത നന്മ വരുത്തുന്ന സദാചാരങ്ങളെക്കുറിച്ച് വിവരിച്ചു. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ധാരാളം വ്യക്തികൾ അനാചാരങ്ങളെക്കുറിച്ചും ദുരാചാരങ്ങളെക്കുറിച്ചും ചോദിച്ചു. അത്ഭുതകരമാം വിധത്തിൽ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ടായി. ഇതിൽ ഞാൻ ഒന്ന് പറയേണ്ടായി. അമ്പലത്തിൽ നമ്മൾ ആണുങ്ങൾ ഷർട്ട് ഇട്ടുകൊണ്ട് പോകരുത്. ഇതിന് ഒരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ല. നമ്മുടെ പൂർവികരങ്ങനെ പറഞ്ഞിട്ടും ഇല്ല. ഇന്ന് ആധുനികമായിട്ടുള്ള എല്ലാം നമ്മൾ അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഫാൻ ഉപയോഗിക്കുന്നുണ്ട്, ഗ്യാസ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അമ്പലം പണിയുമ്പോഴും പണ്ടത്തെ മാതിരി ചിസിൽ ഉളി ഉപയോഗിച്ചിട്ടൊന്നുമല്ല, എല്ലാം ഇലക്ട്രിക്കൽ മെഷീനറി ഉപയോഗിച്ചിട്ടാണ്. അമ്പലത്തിൻ്റെ താഴികക്കുടമായാലും എല്ലാം മെറ്റലർജിക്കൽ പ്രോസസ്സിലൂടെ കടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് ഫിറ്റ് ചെയ്യുകയാണ്. അതിനെല്ലാം മോഡേൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. മാത്രമല്ല, സ്ത്രീകൾക്ക് അമ്പലത്തിനകത്ത് കയറുമ്പോൾ ബ്ലൗസ് ഊരണ്ട, പുരുഷന്മാർ ഷർട്ട് ഊരുകയും വേണം. എന്നിട്ട് ഞാൻ പറയേണ്ടായി, ഞാനൊരിക്കൽ ചോറ്റാനിക്കരയിൽ പോയപ്പോൾ ഞാൻ സാധാരണ അമ്പലത്തിനകത്ത് എന്ന് പലപ്പോഴും തൊഴാറില്ല. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, അമ്പലത്തിൻ്റെ അടുത്ത് വരുന്നത് വരെ നമ്മൾ ഗോഡ് കോൺഷ്യസ് ആണ്. അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് ഷർട്ടും ബനിയനും ഊരുമ്പോൾ നമ്മളുടെ ശരീരം പുറത്തേക്ക് കാണുന്നു. ചിലർ നല്ല തടിയുള്ള ശരീരം, ചിലർ കുടവയറുള്ളവരാണ്, ചിലർ ശരീരം മുഴുവനും രോമമുള്ളവരാണ്. ഇത് ഈ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ഈ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്പലത്തിനകത്ത് കയറാൻ നമ്മൾ പുറപ്പെടുന്നത് മുതൽക്ക് നമ്മൾ ബോഡി കോൺഷ്യസാണ്. അമ്പലത്തിലേക്ക് വരുന്നത് വരെ ഗോഡ് കോൺഷ്യസ് ആണ്. അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ ബോഡി കോൺഷ്യസ് ആയി. ഷർട്ട് ഊരേണ്ടി വരുന്നതുകൊണ്ട് ഈ ചോറ്റാനിക്കരയിൽ ക്യൂ നിന്ന് തൊഴുമ്പോൾ ഞാൻ തൊഴാൻ പോവാറില്ല. അവിടുത്തെ ആൾക്കാരെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയി. പുറകിൽ നിന്നൊരു തള്ളു വന്നു ക്യൂവിൽ. ഞാൻ മുമ്പിലെ ആളുടെ ശരീരത്തിലേക്ക് പതുക്കെ അറിയാതെ ചാഞ്ഞു. അപ്പം നോക്കിയപ്പോൾ അയാളുടെ പുറകിൽ നിറച്ച് ചൊറിയ. എൻ്റെ ശരീരം മുഴുവൻ അയാളുടെ ചൊറിയുടെ ഭാഗമായി. ഞാനിങ്ങനെ ആലോചിച്ചു, ഷർട്ട് ഇട്ടിരുന്നെങ്കിൽ ഷർട്ട് കഴിയാൻ മതിയായിരുന്നു. ഇതാ ക്യൂ മുഴുവനും കഴിഞ്ഞ് എനിക്ക് പുറകോട്ട് വരാനും പറ്റില്ല. പുറകിൽ ഫുൾ ജാം പാക്കഡാണ്. അകത്തേക്ക് പോകാനും പറ്റില്ല, അകത്തും ജാം പാക്കഡാണ്. ആ ക്യൂവിൽ നിന്ന് തൊഴുത് വരുന്നത് വരെ ആ ചൊറി എൻ്റെ നെഞ്ചത്തും മെത്തും മുഴുവനും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആചാരം എങ്ങനെയാണ് ഉണ്ടായത്? അനാവശ്യമായിട്ടുള്ള ആചാരം. അതിന് ഒരു സയൻസും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾ ബ്ലൗസ് ഊരണം എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം സ്ത്രീകൾ ചുരിദാർ ഇട്ടുകൊണ്ട് പോകരുത്. ദേവപ്രശ്നത്തിൽ കണ്ടു. ദേവന്റെ ജോലിയാണോ ഇവരേത് ഡ്രസ്സായിട്ടുകൊണ്ട് വരുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കൽ? അതൊരു അനാചാരമാണ്. ഇപ്പം നമ്മൾ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കുറേയധികം ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇതേപോലെ ചെയ്യരുത്, ചില ചടങ്ങുകൾ ആവശ്യമാണ്, ചില കീഴ്വഴക്കങ്ങൾ, അത് ഏതിനും ആവശ്യമാണ്. പക്ഷെ ആ കീഴ്വഴക്കങ്ങളും ചടങ്ങുകളും അല്ലെങ്കിൽ ചില ആചാരങ്ങളും അത് ഒരു തരത്തിൽ നമ്മുടെ ക്ഷേത്ര ആരാധനയെ ഒരു ചന്ത മാതിരി ആക്കുന്നതിൽ നിന്ന് മാറ്റാൻ വളരെയേറെ പ്രയോജനപ്പെടും. പക്ഷേ ഇതുമാതിരിയുള്ളത് നമ്മൾ നോക്കുക, കേരളത്തിൽ നിന്ന് പുറത്ത് ഒരമ്പലത്തിലും ഷർട്ട് ഇടരുത് എന്ന് പറയാറില്ല. ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ സാധിക്കും 99% അമ്പലങ്ങളിലും. അതുപോലെ സ്ത്രീകൾ വേദം പഠിക്കാൻ പാടില്ല.
പൂണൂലിട്ടവരല്ലാതെ വേദം പഠിക്കാൻ പാടില്ല, അല്ല സ്ത്രീകൾ ഓംകാരം ചൊല്ലാൻ പാടില്ല, ചില മന്ത്രങ്ങൾ ചൊല്ലാൻ പാടില്ല. ഇതൊന്നും നമ്മുടെ പൂർവികർ പറഞ്ഞേക്കണതല്ല. ഈ അടുത്ത കാലത്ത് ഉപനിഷത്തുക്കളിൽ പശുവിറച്ചി തിന്നാൽ ആൺകുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ശുദ്ധ അബദ്ധം ഓരോരുത്തർ പറയുന്നത് കേട്ട് അതിൽ വികാരം കൊണ്ട് എന്നിട്ട് തലങ്ങും വിലങ്ങും ചോദ്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഗോപാലകൃഷ്ണൻ സാറേ? ആർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? മുസ്ലിങ്ങൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസ് ഒരു പുസ്തകത്തിൽ നോക്കിയാൽ മതി. ഇത് 108 ഉപനിഷത്തുക്കളുണ്ട്, 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉണ്ട്. അതിൽ സ്കന്ദ പുരാണം എന്നൊക്കെ പറഞ്ഞാൽ 1 മീറ്റർ പൊക്കമുള്ള സാധനമാണ്, അത്രയധികം പേജുകളുള്ളതാണ്. അതും ചില മുസ്ലിങ്ങൾ അവർക്ക് തോന്നിയത് തട്ടിവിടുമ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് നടക്കുന്ന ചില ഹിന്ദു യുവാക്കൾ, എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. വേറൊരാൾ ചോദിച്ചിരുന്നു, ഹിന്ദു ദേവതമാരൊക്കെ ഇന്ത്യയിൽ എന്താ ജനിക്കാൻ കാരണം? ഇവരെ എവിടെ ജനിച്ചാൽ യേശുക്രിസ്തു എന്താ യെരുശലേമിൽ ജനിക്കാൻ കാരണം? അൽഫോൺസാമ എന്താ പാലായിൽ ജനിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരാ പറയുക? ഏത് സങ്കല്പങ്ങളും ഏത് അവതാരങ്ങളെ കുറിച്ചാണ് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്? മലയാളത്തിൽ എടുക്കുന്ന സിനിമകൾ എന്തുകൊണ്ടാണ് മലയാള ഭാഷ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെന്താ ഉത്തരം പറയുക? ഇതിനൊക്കെ ഉത്തരം അന്വേഷിച്ചിട്ട് പോകേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇന്നലെ വളരെ രാമായണത്തിൽ പ്രസക്തമായിട്ട് അറിവുള്ള ഒരാൾ സീത ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? ത്രേതായുഗത്തിൽ സംഭവിച്ച ഒരു കാര്യം ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ സീത പറഞ്ഞത് ശരിയാണോ എന്ന് പോയി സീതയോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്. സീത പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമായണത്തിൽ വാൽമീകി മഹർഷി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. പിന്നെ മറ്റു മതങ്ങളും അല്ലെങ്കിൽ ക്രിസ്തു മതവും ഇസ്ലാം മതവും നമ്മളുടെയും തമ്മിലുള്ള വ്യത്യാസം, അവരെന്ത് പറഞ്ഞാലും അത് മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു. യേശുവിനെ കുരിശിൽ തറച്ചത് നിന്റെ പാപത്തിനാണ്, അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരണം. യേശുവിൻ്റെ രക്തം വീഞ്ഞായിട്ട് കുടിക്കണം, നീ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അതാണ്. ബിട്രോത്തല് അത് നിന്റെ മതപരിവർത്തനം നടത്താനായിട്ട് ഉപയോഗിക്കാൻ, മതത്തിൻ്റെ ചട്ടക്കൂടിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു ഉപനിഷത്തിലെ പശുവിറച്ചി തിന്നണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്കൃതത്തിലെ ഒരു വാക്കിന് എത്രയാർത്ഥമുള്ളത്? അത് അറിഞ്ഞൂടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് തീർക്കേണ്ടതിന് പകരം വികാരത്തിമർപ്പോടുകൂടി എല്ലാം ഇങ്ങോട്ടേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഇമെയിലിലൂടെയും അറിയിക്കാം. എന്നിട്ട് ഗോപാലകൃഷ്ണൻ സാറിന് മറുപടി കിട്ടിയില്ല, ഇതിന് മറുപടി ഉടനെ കൊടുക്കണം. ഇത് ഇയാളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും മറുപടി കൊടുക്കാൻ? ഇയാളിതിന് മറുപടി കൊടുക്കാൻ പോകുന്നേ? മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇപ്പോൾ അവർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? ഞങ്ങൾ ഭവിഷ്യപുരാണത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭവിഷ്യപുരാണത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബൈബിൾ വായിക്കാൻ പോണെന്തിനാ? ഭവിഷ്യപുരാണം വായിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ പോരെ? വേദത്തിൽ പ്രജാപതി യേശുക്രിസ്തുവാണ്, ആയിക്കോട്ടെ, അപ്പോൾ വേദം വായിച്ചാൽ പോരെ? എന്തിനാ പ്രാകൃതരായ യെരുശലേംകാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ബൈബിൾ വായിക്കുന്നത്? ശരിക്ക് കൽക്കി എന്ന് പറയുന്ന മുഹമ്മദ് നബിയാ. സന്തോഷം, കൽക്കി എന്ന് പറയുന്ന മുഹമ്മദ് നബി ആണെങ്കിൽ അറേബ്യയിൽ ജനിച്ച അങ്ങേരുടെ പുറകെ പോണതിന് പകരം കൽക്കിയുടെ പുറകെ പോയാൽ പോരെ? ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നതിന് പകരം വികാര തീവ്രമായിട്ട് അതിന് നമ്മൾ പ്രതികരിക്കാൻ പോവാം. ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയാനുള്ള കാരണം ഇതാണ്. നമ്മളുടെ ജീവിതത്തിൽ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ ഒന്ന് ചിന്തിക്കുക. നമ്മളുടെ ബുദ്ധിയും യുക്തിയും വേറൊരാൾക്ക് അടിയറ വയ്ക്കാത്ത വിധത്തിൽ അനാചാരങ്ങൾ. ഞാൻ അവിടെ ഒരു കാര്യം കൂടി, ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ തന്നെ വേറൊന്നുകൂടി പറയേണ്ടായി. നല്ല അലൈൻമെൻറ്റ്, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വിദ്യാഭ്യാസപരമായും എല്ലാം യോജിക്കുന്നുണ്ട് വിവാഹത്തിന്. പക്ഷെ ജാതകം ചേരുന്നില്ല എന്ന പേരിൽ അത് തടസ്സപ്പെടുത്തുക. ഇതിന് എന്തൊരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദുബായിൽ പോയപ്പോൾ നമ്മളുടെ പൂർവീകർ പറഞ്ഞിരിക്കുന്ന രാശിപ്പൊരുത്തം, രാശിയാധിപപ്പൊരുത്തം, സ്ത്രീദീർഘപ്പൊരുത്തം, രജ്ജുപ്പൊരുത്തം, വേദപ്പൊരുത്തം, ഗണപ്പൊരുത്തം, യോനിപ്പൊരുത്തം, അതുപോലെ തന്നെ ഉള്ള 1-2 പൊരുത്തങ്ങൾ, ഇതൊന്നും ഒന്നിനൊന്ന് കോംപ്ലിമെൻ്ററി അല്ല, കോൺട്രഡിക്റ്ററി ആണ്. അതാണ് ജീവിതത്തിലെ സത്യമെന്ന് പറഞ്ഞ് ജ്യോതിഷത്തിലും ജാതകത്തിലും മറ്റൊന്നിലും ഒരു വിശ്വാസവും ഇല്ലാത്തവർ കല്യാണ കാര്യത്തിന് മാത്രം ഇതെടുത്ത് പയറ്റി ജാതകം ചേരണില്ല, അതുകൊണ്ട് കല്യാണം നടക്കണില്ല. ധാരാളം ആലോചനകൾ വരുന്നുണ്ട്, ഒന്നും ചേരണില്ല. എന്താ ഈ ജാതക ചേർച്ച എന്നുള്ളതിൻ്റെ ABCD അറിയാതെ
അതിൻ്റെ പുറകിൽ കണ്ണു അടച്ചു പോയിട്ട് നല്ല രീതിയിലുള്ള വിവാഹാലോചനകളെല്ലാം കളഞ്ഞ് അവസാനം ദുരിതത്തിൽ പോകുന്നവര് ഒന്ന് ഓർമ്മിക്കുക, ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ചത് ജാതകം നോക്കിയിട്ടല്ല, ശ്രീരാമൻ വിവാഹം കഴിച്ചത് ജാതകം നോക്കിയിട്ട് ഇന്നത്തെ രീതിയിലല്ല. കേരളത്തിന് പുറത്തുള്ള ഒരാൾ ജാതകത്തിന് ഇത്രയും പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. നമ്മൾ ബാക്കി ഒരു ആത്മീയ കാര്യത്തിനും പ്രാധാന്യമില്ല, അമ്പലത്തിൽ പോവാറില്ല, നാമം ജപിക്കാറില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. മകളുടെയോ മകൻ്റെയോ വിവാഹ കാര്യത്തിൽ മാത്രം ജാതകം, അതിൽ മാത്രമാണ് ജാതകത്തിന് എന്തോ ഒരു ഭയങ്കര കുംഭീപാത നരകമാണെന്ന് പറഞ്ഞ ഞാൻ അവർ പറയേണ്ടേ. വിദ്യ, ആണിൻ്റെയും പെണ്ണിൻ്റെയും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, വിത്തം, ആണിൻ്റെയും പെണ്ണിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, കുലം, ബാക്ക്ഗ്രൗണ്ട്, രൂപം, ആകൃതി, അവരുടെ ആകൃതി, വിദ്യ, വിത്തം, കുലം, രൂപം, മനം, അവരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ശീലം, അവരുടെ ക്യാരക്ടർ. അപ്പോൾ വിദ്യ, വിത്തം, കുലം, രൂപം, മനം, ശീലം, പ്രായം, ഞാൻ പറയേണ്ട കാര്യമില്ലോ, ആരോഗ്യം. ഈ 8 എണ്ണമാണ് നമ്മുടെ പൂർവികർ നോക്കിയിരിക്കുന്നത്. അപ്പം ഈ അനാചാരങ്ങൾ, അമ്പലത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് ഷർട്ട് ഊരണം പോകാൻ, അതേപോലെ കുറേയധികം തെറ്റായിട്ടുള്ള ധാരണകൾ, ഇതെല്ലാം ഭാരതീയ പൈതൃകത്തിന് നമ്മൾ പഠിക്കാൻ അവസരം കൊടുക്കുന്നതിനനുസരിച്ച് പലരുടെയും മനസ്സിൽ ഈ അനാചാരങ്ങൾ ജീവിതത്തിൽ പകർത്തലാണ് ഹിന്ദു ധർമ്മം എന്ന് ധരിച്ച് മുമ്പോട്ട് പോകാം. ഒരു തരത്തിലും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാത്ത ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. അന്ധവിശ്വാസത്തിൻ്റെയും ദുരാചാരത്തിൻ്റെയും കൂമ്പാരമാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും. ദൈവത്തിൻ്റെ പേരിൽ ബക്രീദിന് 17 കോടി ആടുകളെ കൊല്ലുക, എന്നിട്ട് സാത്താൻ്റെ നേരത്തേക്ക് കല്ല് വലിച്ചെറിയാം. പണ്ട് ഇബ്രാഹിം നബിയുടെ കാലത്ത് ഉണ്ടായതാണ്. അതിൻ്റെയൊക്കെ പേരിൽ ഇപ്പോഴും അതേപോലെ ചെയ്യാം. യേശുവിനെ ആണിയടിച്ച കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കാം. താൻ ആരാധിക്കുന്ന ഈശ്വരൻ്റെ ചോര വീഞ്ഞായിട്ട് കുടിക്കാം. ശരീരം ഗോതമ്പുണ്ടയായിട്ട് തിന്നാം. ഞാൻ ചെയ്ത പാപം മറ്റൊരു പാപിയായ പള്ളിയിലച്ഛൻ്റെ ചെവിയിൽ ഏറ്റുപറയുന്നതോടുകൂടി പാപം തീരുമെന്ന് പറയാം. എന്തൊരു അബദ്ധാണെന്ന് നോക്കാം. അതേപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ. ആദവും അവ്വയും ചെയ്ത പാപത്തിന് മനുഷ്യനെ പാപിയാണെന്ന് വിളിക്കാം. ഒരു മനുഷ്യന്റെ പാപത്തിന് വേറൊരു മനുഷ്യനെ തൂക്കിലേറ്റാം. അതുപോലെ തന്നെ 6 ദിവസം കൊണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ശുദ്ധ അബദ്ധം. സയന്റിഫിക്കലി ബിഗ് സീറോ ആയിട്ടുള്ള ഉൽപ്പത്തി എന്ന ഭാഗത്തിലെ അബദ്ധത്തിൽ നിന്ന് ആരംഭിക്കുന്നു ജൂതമതവും ഇസ്ലാം മതവും ക്രിസ്തു മതവും. 3 സെമിറ്റിക് മതങ്ങളും ഈ ഉൽപ്പത്തി എന്ന മഹാ അന്ധവിശ്വാസത്തിൽ നിന്ന് ആരംഭിക്കാൻ. ആദവും അവയും ഉണ്ടായത് BC 4012 ഒക്ടോബർ മാസം 4-ാം തീയതിക്ക് തുല്യമായ കാലയളവിൽ. അപ്പൊ 6000 വർഷം ആയുള്ളൂ മനുഷ്യനുണ്ടായിട്ട്. ഇവിടെ 69,000 വർഷം മുമ്പുള്ള മനുഷ്യ ശരീരം അതേപോലെ ജീവനോടെ അല്ലെങ്കിലും ജീവിച്ചിരുന്ന പോലെ യൂറാൽ പർവ്വത നിരകൾക്കകത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഹിന്ദു ധർമ്മത്തിലെ അന്ധവിശ്വാസങ്ങളോ ദുരാചാരങ്ങളോ അനാചാരങ്ങളോ ഉണ്ടായത് ഈ അടുത്ത കാലത്താണ്. ഒരു 100 വർഷത്തിനിപ്പുറത്ത്. നമ്മുടെ പൂർവികർക്ക് അബദ്ധം പറ്റിയിട്ടില്ല. എവിടെയെങ്കിലും അബദ്ധം പറ്റിയാൽ അതാത് കാലയളവിൽ ആചാര്യന്മാർ അവതരിച്ച് ആ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്. അത് മറ്റു മതങ്ങളിൽ ഇല്ല, തിരുത്താനുള്ള അവകാശം ഇല്ല. അവർ തിരുത്തുന്നതിൻ്റെ പേരിൽ സ്പ്ലിറ്റ് ആവും. ലാറ്റിൻ കത്തോലിക്കൻ, സിറിയൻ കത്തോലിക്കൻ, മാർത്തോമ, ജാക്കോബൈറ്റ്, ഓർത്തഡോക്സ്, ജ്ഞാനായ സഭ, എന്തൊക്കെയോ മണ്ണാങ്കട്ടയൊക്കെ ആയിട്ട് മാറും ആചാരങ്ങൾ മാറ്റിയിട്ട്. എന്നിട്ട് അവനവനിൽ ഒന്നുമില്ല എന്നറിയുമ്പോഴാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ എല്ലാം അങ്ങോട്ട് എടുത്തിട്ട് വികൃതമാക്കൽ. നമുക്കത് വേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മളുടെ അനാചാരങ്ങളും ദുരാചാരങ്ങളും നമ്മളുടെ പൈതൃകത്തിൻ്റെ ഭാഗമല്ല. ഇടക്കാലത്ത് ചിലർ കയറ്റിയതാണെന്ന് കൂടി അറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പം അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളൊക്കെ മാറ്റാം. നന്മ നിറഞ്ഞതിനെ തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിന് സ്ഥിരവും ശാശ്വതവുമായ സന്തോഷം തരുന്നത് ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ തരുന്നതെല്ലാം നന്മ നിറഞ്ഞ ആചാരങ്ങളാണ്. പ്രണാമം, നമസ്കാരം.